ചാർലിക്ക് ശേഷം മാർട്ടിൻ പ്രക്കാട്ടും ജോജു ജോർജും ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ചിത്രത്തിന്റെ ലൊക്കേഷൻ വിശേഷങ്ങളും പുതിയ സിനിമകളുടെ വിശേഷങ്ങളും മഞ്ജു വാര്യർ ന്യൂസ് 18നുമായി പങ്കുവച്ചു. പുതിയ സിനിമയുടെ ലൊക്കേഷനിലാണുള്ളത്. ഈ ഒരു സിനിമയിലെ കഥാപാത്രത്തെക്കുറിച്ചൊന്ന് പറയാമോ? എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ പേര് ഉദാഹരണം സുജാത എന്നാണ്. സിനിമയുടെ പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന സിനിമകളിൽ എനിക്ക് ഏറ്റവും എന്നെ ആകർഷിക്കാറുള്ളത് പൊതുവെ അതിൻ്റെ കഥയും എൻ്റെ കഥാപാത്രവും തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയിലും ഒരുപാട് കൗതുകമുള്ള ഒരു കഥയാണ് ഇതിൻ്റേത്. ഇത് നിർമ്മിക്കുന്നത് നമ്മുടെ ചാർലി എന്ന് പറയുന്ന വലിയ സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാതാക്കളായ ശ്രീ മാർട്ടിനും ജോജുവും ചേർന്നാണ്. മാർട്ടിനും പിന്നീട് അനുരാഗ കരിക്കിൻ വെള്ളം എന്ന സിനിമയുടെ തിരക്കഥ നവീൻ ഭാസ്കർ, ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും എഴുതുന്നത്. മാർട്ടിൻ്റെ തന്നെ അസോസിയേറ്റായി പ്രവർത്തിച്ചിട്ടുള്ള ഫാൻറ്റം ആണിത് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇതൊരു നല്ലൊരു ടീമുമാണ്. ഇതിൻ്റെ ഒരു കഥയും കഥാപാത്രവും എന്നെ ഒരുപാട് ആകർഷിക്കുകയും ചെയ്തു. തീർച്ചയായും ചാർലി എന്നൊരു പടം നമുക്കറിയാം 2015 മലയാളത്തിലെ വലിയൊരു സൂപ്പർ ഹിറ്റായ ഒരു മൂവിയാണ്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ ഒരു രണ്ടാമത്തെ നിർമ്മാണ സംരംഭത്തിൽ ഒരു സിനിമ വരുമ്പോൾ എത്രത്തോളമാണ് പ്രതീക്ഷ ഈ സിനിമയെക്കുറിച്ച്? ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ട്. ഇതിലെ കഥാപാത്രം ഒരു വീടുകളിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സാധാരണക്കാരായ ഒരു ഏറ്റവും താഴെത്തട്ടിൽ താമസിക്കുന്ന ഒരു, പക്ഷെ എനിക്ക് തോന്നുന്നു മഞ്ജു ചെയ്തിട്ടുള്ളതുപോലെ വളരെ കരുത്തുറ്റ ഒരു കഥാപാത്രമാണെന്ന്. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടല്ലോ കരുത്ത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും സാധാരണ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന, ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത കുറച്ച് ആളുകളാണ് നമ്മുടെ ഈ വീടുകളിൽ നമ്മുടെ സഹായത്തിനായിട്ട് വരുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഒരുപാട് നിഷ്കളങ്കയാണ്. പക്ഷെ എന്നാൽ ഈ കഥയിലെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് റിവീൽ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തത് കാരണം വേറൊന്നും പറയാനുള്ളൊരു സ്പേസ് ഇപ്പോൾ ഇല്ല. പക്ഷെ എന്തായാലും ചിലപ്പോൾ ഇതൊരു ഭയങ്കര പോരാട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ സങ്കടങ്ങളുടെയോ ദുരിതങ്ങളുടെയോ അങ്ങനെയൊന്നും കഥയല്ല. ഇത് ഏറ്റവും സന്തോഷത്തോടെ കണ്ടിരിക്കാവുന്ന, ഒരുപാട് കൗതുകത്തോടെ കണ്ടിരിക്കാവുന്ന പല സംഭവങ്ങളും ഈ സിനിമയിൽ. മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ ദീർഘകാലം സംവിധാന സഹായിയായിരുന്ന ഫാൻറ്റമാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ സംവിധായകർ, പുതിയ അണിയറ പ്രവർത്തകർ, അങ്ങനെ ഒരു പരീക്ഷണം തന്നെയല്ലേ? അതൊരു വലിയ റിസ്ക് തന്നെയല്ലേ? എന്താണ് സ്വന്തം സിനിമകൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ക്രൈറ്റീരിയ എന്താണ്? പറഞ്ഞോ അറിയാതെയോ ഇപ്പോൾ കഴിഞ്ഞ സിനിമയും, ഇപ്പോൾ സേറാബാനു എന്ന് പറഞ്ഞ സിനിമയും ഒരു പുതുമുഖ സംവിധായകൻ്റെ ആയിരുന്നു. നമ്മൾക്ക് വിശ്വാസം തോന്നുന്ന ഒരു ടീമിനോടൊപ്പം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കഥയും അതിൻ്റെ കഥാപാത്രവും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പം ഇതറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പോൾ പുതുമുഖ സംവിധായകനെ തന്നെ നോക്കി നമ്മൾ ചെയ്യുന്നത് അല്ല. അപ്പം ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ മലയാള സിനിമാ പ്രേമികളും ഒപ്പം തന്നെ സാഹിത്യകാരന്മാരും എല്ലാവരും തന്നെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് കമലിൻ്റെ ആമി. അപ്പോൾ മഞ്ജു തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു അഭിനേത്രിയും കൊതിക്കുന്ന ഒരു വേഷം ആണ് അതെന്ന്. അപ്പോൾ അത് അഭിനയിക്കുമ്പോൾ നമുക്കറിയാം കമല സുരയ്യ തുറന്നെഴുത്തിൻ്റെ ഒരു വലിയ സാഹിത്യ ലോകത്ത് തൻ്റേതായ ഒരു ഇടം കണ്ടെത്തിയ ഒരു എഴുത്തുകാരിയുടെ ജീവിതം അഭിനയിക്കുമ്പോൾ അത് അഭിനയ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി കാണുന്നില്ല. അത് അഭിനയ ജീവിതത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്നൊക്കെ പറയാൻ കഴിയുമോ? അങ്ങനെയല്ല, ഇതൊരു വഴിത്തിരിവ് എന്നുള്ള അതിനെക്കാട്ടിലും കൂടുതൽ അതൊരു വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതിന് ഈ പറഞ്ഞ പോലെ കമൽ സാറും അതിൻ്റെ ഫുൾ ടെക്നിക്കൽ ടീമും എല്ലാം അവരിലും നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ചിട്ടാണ് വലിയൊരു പ്രോജക്റ്റിലേക്ക് ഞാൻ ആദ്യമായിട്ടുള്ളൊരു ബയോപിക്കൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാ അതെ തീർച്ചയായിട്ടും എല്ലാ മലയാളികൾക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരിയും വ്യക്തിയും ആണ് മാധവിക്കുട്ടിയമ്മ. അപ്പോൾ അതിൽ ഞങ്ങൾ ഒറ്റപ്പാലത്ത് ഒരു ഷെഡ്യൂള് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഷെഡ്യൂളുകൾ ഉടനെ തന്നെ തുടങ്ങാനിരിക്കുകയാണ്. ഏറ്റവും പ്രതീക്ഷയോടെ ഒരുപക്ഷെ ഇത് കാണാൻ കൊതിക്കുന്ന ആളുകളെക്കാട്ടിലും കൂടുതൽ ഒരുപക്ഷെ അത് ചെയ്യാൻ കൊതിച്ച് അത്രയും ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ ആ കഥാപാത്രത്തിന് വേണ്ടി തടി കുറച്ചും കൂട്ടിയും ഒക്കെ ഉള്ള ഗെറ്റപ്പുകളുണ്ട് എന്ന് കേട്ടു. കൗമാരവും കുറച്ച് പ്രായമായ റോളും ഒക്കെ ചെയ്യാനുണ്ടെന്ന് കേട്ടു. അപ്പോൾ അത് എത്രത്തോളം റിസ്ക് ആണ്? നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ബോളിവുഡിലെ ദംഗലിന് വേണ്ടിയിട്ട് ആമിർ ഖാൻ തടി കൂട്ടി കുറയ്ക്കുന്നു അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് എത്രത്തോളം വെല്ലുവിളി
ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴുള്ള രസങ്ങൾ ഇതൊക്കെയാണ്. അതായത് അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ വരുത്തുന്ന മാറ്റങ്ങളും അതൊക്കെയാണ് ഒരു സിനിമയിൽ അഭിനയിക്കുക, ഒരു സിനിമ ഇത്രയും വലിയൊരു പ്രോജക്റ്റിന്റെ ഭാഗമാവുക എന്നുള്ളതിൻ്റെയൊക്കെ രസങ്ങളും ത്രില്ലുകളും ഇതൊക്കെ തന്നെയാണ്. അത് ഇപ്പം തന്നെ എല്ലാം റിവീൽ ചെയ്തിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒരുപാട് പ്രതീക്ഷയോടെ മുഴുവൻ ആത്മാർത്ഥമായി അതിന് എൻ്റെ 100% കൊടുത്തുകൊണ്ട് ഞാനും കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒടിയനിലും 60 വയസ്സ് വരെയുള്ള ഗെറ്റപ്പിലേക്ക് മാറുന്നു എന്ന് കേട്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച്, ആ സിനിമയെക്കുറിച്ച് എന്ന് പറയാമോ? അതിനും ഈ ദൈവം സഹായിച്ചപ്പോൾ എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഓഫർ ചെയ്യപ്പെടുന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ആണ് നമ്മളിതിലേക്ക് എക്സൈറ്റ് ചെയ്യിക്കുന്നതും നമുക്ക് കൂടുതൽ ഒരു ഊർജത്തോടെ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമാകുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു സിനിമകളെ കുറിച്ചും കൂടുതൽ നമുക്ക് പറയാനുള്ള ഒരു പെർമിഷൻ ഇല്ല എന്നുള്ളത് വളരെ ഇപ്പോൾ എനിക്ക് ഗോപികയെ സങ്കടപ്പെടുത്തേണ്ടി വരും. എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് കഥാപാത്രങ്ങളെല്ലാം ഇഷ്ടമാകും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാനിരിക്കുന്നത്. അതുപോലെ തന്നെ മഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക്, സാധാരണ വീട്ടമ്മമാർക്ക് ഒരു ഇൻസ്പിറേഷണൽ റോളാണ്. ശരിക്കും തിരിച്ചുവരവിൻ്റെ ആദ്യ പടം ഹൗ ഓൾഡ് ആർ യുയിലെ ക്യാരക്ടർ പറയുന്നത് പോലെ തന്നെ സ്വപ്നങ്ങൾക്ക് പ്രായം ഒരു തടസ്സമല്ല എന്ന് പറഞ്ഞ് അത്രത്തോളം ഒരു സ്വീകാര്യത കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? അതിൻ്റെ കാരണം എനിക്കറിയില്ല. അതിൻ്റെ കാരണം അന്വേഷിച്ച് ഞാൻ പോയിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ഒരുപക്ഷെ ഞാൻ ചെയ്യുന്ന സിനിമകളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്നോ എന്തിൽ നിന്നെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ ആർക്കെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹം, അല്ലെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ ഒരു ഈ ജന്മത്തിലെ നിമിത്തം. അതൊന്നും മനഃപൂർവ്വം അങ്ങനെ സൃഷ്ടിച്ച് ചെയ്യുന്നതോ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്നതോ അല്ല. രണ്ടാം വരവിലും കൈനിറയെ ചിത്രങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്ന. മോഹൻലാൽ ചിത്രങ്ങളടക്കം ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഏതായാലും ആശംസകൾ. താങ്ക് യു വെരി മച്ച്.